സ്നേഹപിതാവായ ദൈവമേ, കർത്താവേ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷ കേൾക്കുകയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുന്ന സമയത്ത് കർത്താവേ, ഇന്ന് കേൾക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ, വചനം മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ആമേൻ. ഇന്ന് നമുക്ക് പെന്തക്കോസ്ത് തിരുനാളിനോടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ്ലീഹ കൊറിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. 4-ാമത്തെ വാക്യം, 12-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു, പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. ആ പറയുന്ന സമയത്ത് പറയുന്നു, ദൈവം നൽകുന്ന ദാനങ്ങളിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചില ആളുകൾ പ്രസംഗിക്കുന്നു, ചില ആളുകൾ പാട്ടുപാടുന്നു, ചിലർ മീഡിയ കൈകാര്യം ചെയ്യുന്നു, ചിലർ ആളുകളെ ഓർഗനൈസ് ചെയ്യുന്നു, ചിലർ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുന്നു, പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, പ്രചരണങ്ങൾ നടത്തുന്നു, പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇപ്പോൾ പലർക്കും പല ദാനങ്ങളാണുണ്ടെങ്കിലും ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ഇതെല്ലാം ഒരുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. വിവിധ ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത്, വിവിധ ധ്യാന മന്ദിരങ്ങളിൽ പോകുന്ന സമയത്ത്, വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുന്ന സമയത്ത്, വിവിധ ധ്യാന മന്ദിരങ്ങളിൽ ധ്യാനങ്ങൾക്ക് പോകുന്ന സമയത്ത് ആ ശുശ്രൂഷകളിലൊക്കെ വൈവിധ്യം ഉണ്ട്. പലതരത്തിലുള്ള ശുശ്രൂഷകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിനെല്ലാം പ്രചോദനം നൽകുന്നത് കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. വീണ്ടും എടുത്തു പറയാണ്, പ്രവൃത്തികളിൽ വൈവിധ്യം. ഒരു പാട്ടുകാരൻ പാടുന്ന രീതിയിലല്ല അതേ പാട്ട് മറ്റൊരു പാട്ടുകാരൻ പാടുന്നത്. ഒരു കീബോർഡ് വായിക്കുന്ന ആൾ വായിക്കുന്ന റിതമോ അല്ലെങ്കിൽ അതിൻ്റെ താളങ്ങളോ സ്കെയിലോ ടെമ്പോയോ ഒക്കെ മറ്റൊരാൾ വായിക്കുമ്പോൾ മാറിപ്പോകും. അപ്പോൾ ഈ ഓരോ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും ആ ആത്മീയ ശുശ്രൂഷകളിൽ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ സഹായിക്കുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുന്നത്? നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഓരോ ദാനങ്ങളും ഓരോരുത്തർക്കും നൽകുന്നത്. അല്ലെങ്കിൽ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന വളർത്തുന്നതിനൊന്നുമല്ല, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഈ ദാനങ്ങൾ, ഈ വൈവിധ്യമാർന്ന ദാനങ്ങൾ, വൈവിധ്യമാർന്ന കൃപകൾ, വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത്. എല്ലാം പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ശുശ്രൂഷ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് ഉണ്ടാകേണ്ടതാണ്. തുടർന്ന് പറയാൻ 8-ാമത്തെ വാക്യം, ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ജ്ഞാനത്തിൻ്റെ വചനം നൽകുന്നു, ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനം നൽകുന്നു. ഇതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം.
ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറിവാണ്. ഭൗതിക കാര്യങ്ങളിലുള്ള നമ്മുടെ അറിവ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ ആർക്കാണ് കിട്ടിയത്, ലോകകപ്പ് ഫുട്ബോളിൽ ആരാണ് ജയിച്ചത്, IPL മത്സരത്തിൽ ആരാണ് കപ്പ് നേടിയത്, ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ്, ക്വിസ് കോമ്പറ്റീഷന് പോകുമ്പോൾ ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ. ഹിമാലയത്തിൻ്റെ ഉയരം എത്രയാണ്, പാക്ക് കടലെടുക്ക് ആരാണ് ആദ്യം നീന്തിക്കടന്നത്, DDTയുടെ ഫുൾ ഫോം എന്താണ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ പലരും കാണാതെ പഠിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയോ മനോരമ ഇയർ ബുക്കൊക്കെ വായിച്ച് മത്സര പരീക്ഷകൾക്ക് പോകുന്ന ആളുകൾക്കൊക്കെ അറിവുണ്ട്. എന്നാൽ ആ അറിവിനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. വിവേകമെന്ന് പറയുന്നത് തിന്മയിൽ നിന്നും നിയമലംഘനങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കുന്നതിനെയാണ് വിവേകമെന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അറിവുണ്ടായിട്ടും തിന്മ പ്രവർത്തിക്കുന്നു. നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരെയാണ് കാണാൻ പോകുന്നത്. പല ഡോക്ടർമാരും മദ്യം കഴിക്കുന്നവരും പുകവലിക്കുന്നവരുമാണ്. മദ്യം കഴിക്കുന്ന കുപ്പിയുടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സിഗരറ്റ് പാക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നു, പരസ്യങ്ങളിൽ പോലും എഴുതി വയ്ക്കുന്നു. സിനിമയിൽ ഇത്തരം ദൃശ്യങ്ങൾ കാണിക്കുന്ന സമയത്ത് മദ്യം കഴിക്കുന്നതും പുകവലിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊക്കെ എഴുതി കാണിച്ചൊരു ബോധവൽക്കരണ പ്രക്രിയ നടക്കുന്നു. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നവർക്ക് ശിക്ഷ കിട്ടുന്നു. കൂട്ടം കൂടി പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നവർക്ക് ശിക്ഷ പോലീസോ എക്സൈസ് അധികാരോ ശിക്ഷ നൽകുന്നു. എന്നാൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിട്ട് നല്ല വിവരമുള്ള നമ്മൾക്ക് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും നേഴ്സുമാരും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന വക്കീൽമാരും എൻജിനീയർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ഇവരൊക്കെ പലരും മദ്യപാനത്തിനും പുകവലിക്കുകയും അടിമയായി തീർന്നിട്ടുണ്ട്. അവർക്ക് അറിവുണ്ട്, വിവേകമില്ലാതെ പോയി. ഇതാണ് ജ്ഞാനവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം. ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി സോളമൻ ബലിയർപ്പിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവദൂതൻ കടന്നു വന്ന് സോളമനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന്. സോളമൻ ഇങ്ങനെ മറുപടി കൊടുക്കുന്നു, ദൈവമേ, എണ്ണിത്തീർക്കാൻ പറ്റാത്ത ഈ ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ അവരുടെ രാജാവായി എന്നെ നിയമിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. രാജകീയമായ ഒരു അഭിഷേകം തന്നതിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. എന്ത് വരമാണെന്ന് ചോദിച്ച സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞതിന് ശേഷം സോളമൻ പറഞ്ഞു, ദൈവമേ, ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ, വിവേകം നൽകി അനുഗ്രഹിക്കണമേ. ഇത് കേട്ട വഴിക്ക് ദൈവദൂതൻ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു. സാധാരണയായിട്ട് രാജാക്കന്മാർ ചോദിക്കുന്ന ശത്രു സംഹാരം, രാജ്യത്തിൻ്റെ അതിർത്തികളുടെ വിസ്തൃതി, സ്വർണം, വെള്ളി, കുതിരകൾ, രഥങ്ങൾ, ഇതൊന്നും ചോദിക്കാതെ ജ്ഞാനം ചോദിച്ചു, വിവേകം ചോദിച്ചു. അതുകൊണ്ട് ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു, വിവേകം നൽകി അനുഗ്രഹിക്കുന്നു. ചോദിക്കാത്ത സാധാരണ മനുഷ്യർ ചോദിക്കുന്ന, സാധാരണ രാജാക്കന്മാർ ചോദിക്കുന്ന എല്ലാം നൽകി അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ സ്വർണം, വെള്ളി, അതുപോലെയുള്ള മനുഷ്യൻ ചോദിക്കാത്ത എല്ലാം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവികമായ ജ്ഞാനം ലഭിക്കുന്നതിന്, ദൈവികമായ വിവേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കും. 2000 ഫെബ്രുവരിയിൽ കാൽവരി ആശ്രമത്തിൽ അതിനോട് ചേർന്നുള്ള ധ്യാനമന്ദിരത്തിൽ ബഹുമാനപ്പെട്ട സണ്ണി പള്ളിപ്പാട്ട് കപ്പുച്ചിൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ താമസിച്ചുള്ള ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൻ്റെ ആരാധനാ ശുശ്രൂഷയിൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം 100ഓളം ആളുകൾ ധ്യാനിക്കുന്നു. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളവിടെ മുപ്പമുള്ള കുന്നത്തങ്ങാടിയിലുള്ള ജോൺസൺ ചേട്ടനും അടാട്ടുള്ള വർഗീസ് ചേട്ടനും ഒക്കെ അന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ധ്യാനിക്കുന്ന സമയത്ത് അച്ഛൻ മൈക്കിലൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ്, രാജൻ എന്ന മകനെ അനുഗ്രഹിക്കുന്നു, ജ്ഞാനത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുന്നു, വിവേകത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുന്നു. ഞാൻ ഈ സോളമൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന ദിനവൃത്താന്ത പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും സോളമനെ പരാമർശിക്കുന്ന സോളമൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ വായിച്ചതിന് ശേഷം
ഏകദേശം 3 കൊല്ലത്തോളമായിട്ട് ജ്ഞാനത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമേ, വിവേകത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ധ്യാനത്തിന് പോകുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും അച്ഛൻ അത് സ്ഥിരീകരിക്കുകയും, എനിക്ക് അച്ഛനെ അങ്ങനെ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും ആ ധ്യാനത്തിന് പോകുന്ന സമയത്ത് പേരെടുത്ത് പറയുകയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വരം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് അച്ഛൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അച്ഛനെ കൂടുതൽ പരിചയപ്പെടുവാൻ, ആത്മീയ ശുശ്രൂഷകളിൽ അച്ഛനോടൊപ്പം പങ്കാളിയാവാനും, തുടർന്ന് കാൽവരി ആശ്രമത്തിൽ നടക്കുന്ന ധ്യാനങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ആയിട്ട് അച്ഛൻ എന്നെ നിയോഗിക്കുകയും ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്യും. എൻ്റെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടാവാൻ ഈ ശുശ്രൂഷകളിലൂടെ പിന്നീട് സാധിക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. ഒരേ ആത്മാവ് തന്നെ ഒരുവനെ വിശ്വാസവും, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറയും നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയും. എന്നാൽ പല സമയത്തും ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുന്ന സമയത്ത്, പ്രതികൂലം കടന്നു വരുന്ന സമയത്ത്, നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും വീണു പോകുന്നു. നമ്മൾ ദീർഘകാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ നിറവേറപ്പെടാണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നു. ഇന്ന് തന്നെ ഈ അടുത്ത കാലത്ത് കാണുന്നൊരു പ്രവണതയുണ്ട്. ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഏതാനും നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും അവിടുത്തെ പ്രാർത്ഥനയൊക്കെ അവസാനിപ്പിക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയും പോയി കുറേ നാളുകൾ പ്രാർത്ഥിക്കുന്നു, അവിടെയും പോയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ മാറി മാറിയുള്ളൊരു തീർത്ഥാടനത്തിൻ്റെ ശൈലിയിലേക്ക് കടന്നു പോകുന്നു. ഇത് ഒരു അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ബധിരനും മൂകനുമായ ആത്മാവ് ബാധിച്ച ബാലനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് യേശുവിനോട് ഈ ബാലൻ്റെ പിതാവ് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങയുടെ ശിഷ്യന്മാർക്ക് ഇവനിൽ നിന്ന് ഈ പിശാചിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പിശാചിനെ ഈ മകനിൽ നിന്ന് പുറത്താക്കണം. യേശു അതിന് മറുപടി വന്നു, കഴിയുമെങ്കിലെന്നോ. ഉടനെ ഈ ബാലൻ്റെ പിതാവ് പറയുന്നു, യേശുവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ പ്രത്യാശിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള പ്രത്യേകമായിട്ടുള്ള വരം, കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. പലപ്പോഴും ഭൗതിക കാര്യങ്ങൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനും അനുഭവിക്കാനും പറ്റുന്നു. എന്നാൽ ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അനുഭവിക്കാൻ ചിലപ്പോൾ സാധിക്കും. അപ്പോൾ പലപ്പോഴും വിശ്വാസത്തിൻ്റെ വീഴ്ച സംഭവിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കും. തുടർന്ന് പറയുന്നു, വേറൊരുവനെ രോഗശാന്തിക്കുള്ള വരം നൽകി അനുഗ്രഹിക്കും. എന്താണ് രോഗശാന്തി വരം എന്ന് പറയുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഒരു രോഗം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു, ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡോക്ടറെയാണ് കണ്ടെങ്കിൽ രോഗം മാറിയില്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ പോയി കാണുന്നു. തുടർന്നും രോഗം മാറിയില്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിലും വലിയ എയിംസ് പോലുള്ള ഡൽഹിയിൽ അല്ലെങ്കിൽ വെല്ലൂർ പോലുള്ള CMC വെല്ലൂർ പോലുള്ള വലിയ ആശുപത്രികളിലേക്ക് റെഫറൻസ് നടത്തുന്നു. ആ റെഫറൻസൊക്കെ നടത്തി ചിലപ്പോൾ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ബ്ലഡ് ക്യാൻസർ വന്നു. ആ ബ്ലഡ് ക്യാൻസർ വന്ന് വിവിധങ്ങളായ ആശുപത്രികളിൽ വിവിധങ്ങളായിട്ട് ചികിത്സ നടത്തി. അവസാനം പറഞ്ഞു, വെല്ലൂർ CMCയിലെത്തിയ സമയത്താണ് പറഞ്ഞത്, വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യുവാൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. തുടർന്ന് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ധ്യാന മന്ദിരത്തിൽ വന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടുത്തെ ടീം മെമ്പേഴ്സും ധ്യാനഗുരുക്കന്മാരും എല്ലാം ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്ന് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ രോഗസൗഖ്യം നടക്കുന്ന സമയത്ത്, രോഗശാന്തി വരമുള്ളവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്,
അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുന്ന സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി ലഭിക്കുന്നു. യേശു കടലിനെ ശാസിക്കുന്നു, കാറ്റിനെ ശാസിക്കുന്നു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. അല്ലെങ്കിൽ പ്രകൃതി ശക്തിയുടെ മേൽ യേശു തൻ്റെ അധികാരം ചുമത്തുന്നു. ഇത് ഈ കാലഘട്ടങ്ങളിലും ഇത് തന്നെ സംഭവിക്കുന്നു. ഏതാനും നാളുകൾ മുമ്പ് പെട്ടെന്ന് 2 ദിവസം ന്യൂനമർദ്ദവും മഴയൊക്കെ നടക്കുന്ന സമയത്ത് ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ബെന്നിയച്ചൻ്റെ നേതൃത്വത്തിൽ പാലയൂർ പള്ളിയോട് ചേർന്ന് കൺവെൻഷൻ നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ മഴ. കൺവെൻഷൻ മഴയിൽ അലങ്കോലമായി പോകുമെന്ന് ചിന്തിച്ചിരുന്ന സമയം, ആളുകൾ വരുമോ എന്ന് സംശയിച്ച സമയം, എന്തായാലും മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന മുഴുവൻ ആളുകളും ഇരുന്ന് പ്രാർത്ഥിച്ചു. പകൽ മുഴുവൻ മഴ. കൺവെൻഷൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ മഴ നിൽക്കുന്നു. കൺവെൻഷൻ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതിൽ കൂടുതൽ വലിയ ജനക്കൂട്ടം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വരികയും ചെയ്യും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം ചില ആളുകൾക്ക് നൽകുന്നു. വേറൊരുവനെ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ് നൽകുന്നു. എന്താണ് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പലരും പല കാര്യങ്ങളിലും പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പൈശാചിക ശക്തികളുടെ പ്രവർത്തനം നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമ്പോൾ, എന്തെങ്കിലും ഒരു അടയാളം നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണോ അതോ പൈശാചിക ശക്തികളുടെ പ്രവൃത്തിയാണോ എന്ന് വിവേചിച്ചറിയാനായിട്ട് ആത്മാക്കളെ വിവേചിക്കാൻ കഴിവുള്ള ആളുകൾക്ക് സാധിക്കുന്നു. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസ്ലീഹ നടന്നു പോകുന്ന സമയത്ത് ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി, ആത്മാവ് ബാധിച്ച എന്നാണ് പറയുന്നത്, നല്ല ആത്മാവാണോ ദുഷ്ടാത്മാവാണോ എന്ന് പറയുന്നില്ല. ഈ പെൺകുട്ടി പൗലോസ്ലീഹ കടന്നു പോകുന്ന സമയത്ത് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ദിവ്യപുരുഷൻ പോകുന്നു, അദ്ദേഹം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നു. പല ദിവസങ്ങളായിട്ട് ഇത് കേട്ട സമയത്ത് പൗലോസിന് സന്തോഷമല്ല തോന്നിയത്. പൗലോസിനെ ഈ പെൺകുട്ടി അസഹ്യപ്പെടുത്തി എന്നാണ് വചനം പറയുന്നത്. തുടർന്ന് പൗലോസ് പ്രാർത്ഥിച്ച് ഈ പെൺകുട്ടിയിൽ നിന്ന് പൈശാചിക ശക്തിയെ ബഹിഷ്കരിക്കുന്നു. അതോടുകൂടി അവളുടെ പ്രവചന ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ ദൈവം ചിലർക്ക് കൊടുക്കുന്നു. വേറൊരുവനെ ഭാഷാപരം നൽകി അനുഗ്രഹിക്കുന്നു. എന്താണ് ഭാഷാപരം എന്ന് പറയുന്നത്? നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസ്ലീഹ അല്ലെങ്കിൽ മറ്റ് ശിഷ്യന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം മാർക്കോസിൻ്റെ മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്ന സമയത്ത് പത്രോസ് തനിക്കറിയാവുന്ന അറമായ ഭാഷയിൽ പ്രസംഗിക്കുന്നു. 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ആ ദേശത്ത് തടിച്ചുകൂടി നിൽക്കുന്നു. അവർക്കെല്ലാവർക്കും പത്രോസ് ഒരു ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് താങ്കളുടെ ഭാഷകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതിനെയാണ് ഒരു ഭാഷാപരം എന്ന് പറയുന്നത്. 2, ചില സമയത്ത് അന്യഭാഷകളിൽ സംസാരിക്കുന്നു. നമ്മൾ പഠിക്കുകയോ എഴുതുകയോ വായിക്കുകയോ ചെയ്യാത്ത ഭാഷകളിൽ സംസാരിക്കുന്നു. 3, ആർക്കും ഒന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള ഭാഷകളിൽ സംസാരിക്കുന്നു. ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്താണ് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ഭാഷാപരത്തിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ ദൈവദൂതന്മാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നാണ് പൗലോസ്ലീഹയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ഭാഷാപരങ്ങൾ സംഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കട്ടെ. 2008 മുതൽ വേളാങ്കണ്ണി പള്ളിയോട് ചേർന്നുള്ള ധ്യാനമന്ദിരത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊങ്കണി കന്നഡ ഭാഷകളിലൊക്കെ ആയിട്ട് നടത്താറുണ്ട്. തമിഴ് ധ്യാനം നടക്കുന്ന സമയത്ത് പലപ്പോഴും എന്നെ ക്ലാസ് എടുക്കാനായിട്ട് അവർ വിളിക്കാറുണ്ട്. ഒരേ സമയം തന്നെ വിവിധ ഭാഷകളിൽ വിവിധ ഹാളുകളിൽ ധ്യാനം നടക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രീ ആണെങ്കിൽ വന്ന് വിളിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ തമിഴിൽ പ്രസംഗിക്കാൻ പോകുന്നത് 2008 തമിഴ് ധ്യാനത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. അതൊരു സഹോദരി മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും.
പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേട്ടുകൊണ്ടിരുന്ന ജനം ചിരിക്കുകയും ട്രാൻസ്ലേഷൻ്റെ ആൾ പറയുന്നതിന് മുമ്പ് ചിരിക്കുകയും കൈയടിക്കുകയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖഭാവങ്ങളിൽ വരുന്ന വ്യത്യാസമൊക്കെ നമ്മൾ കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ധ്യാനിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഇല്ലാതെ തന്നെ പറഞ്ഞാൽ മതി. 2008 മുതൽ ഇപ്പോൾ 2025 കഴിഞ്ഞ 17 വർഷമായിട്ട് വേളാങ്കണ്ണിയിൽ നടക്കുന്ന തമിഴ് ധ്യാനങ്ങളിൽ ഞാൻ മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നു എന്നാണ് പറയുന്നത്. തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മലയാളത്തിലാണ് വായിക്കുന്നത്, മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. ഒരു പരിഭാഷയുമില്ല, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നു. ഈ വരുന്ന മെയ് 23, 24, 25 ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തമിഴ് ധ്യാനമുണ്ട്. ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വരിക, ഇതവിടെ സംഭവിക്കുന്നത് കാണുകയും ചെയ്യും. പലപ്പോഴും അവിടെ വരുന്ന ആളുകൾ ചോദിക്കുന്നത് മലയാളം ധ്യാനമാണോ തമിഴ് ധ്യാനമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ തമിഴ് ധ്യാനമാണെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുക എന്താ ഈ മലയാളത്തിൽ പറയുന്നതാണ്. അപ്പോൾ കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകൾ, ധ്യാനമന്ദിരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾക്ക് ഈ പ്രതിഭാസം മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ ധ്യാനിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയും അവർ അത്ഭുതപ്പെടുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ വേറൊരുവന് ഭാഷാപരത്തിൽ ഉള്ള കൃപ ദൈവം നൽകുന്നു. വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നൽകും. നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ സുവിശേഷം വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് അതിനെ വ്യാഖ്യാനിക്കാനും ആ വ്യാഖ്യാനം വഴി മനസ്സിലാക്കാനും ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ 2000 വർഷം മുൻപ് എഴുതി വെച്ച കാര്യങ്ങൾ ഈ 2025 സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായി തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും അത് മനസ്സിലാക്കാനും ഉള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം ആത്മാവ് വിവിധ വ്യക്തികൾക്ക് നൽകുന്ന വരദാനങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഈ മേൽ പറഞ്ഞ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട്, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ട്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ട്. എന്നിട്ട് പറയുന്നു ആത്മാവ് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് വെളിപ്പെടുന്നത്. ഒരാത്മാവ് തന്നെ വിവേകത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസത്തിൻ്റെ വചനം, രോഗശാന്തിക്കുള്ള വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി, പ്രവചിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്, ഭാഷാവരം, ഭാഷകൾ വ്യാഖ്യാനിക്കാനുള്ള വരം ഒരേ ആത്മാവ് തന്നെ നൽകുന്നു. ഇതിൽ നമ്മളിനി ഒന്ന് മാത്രമേ കാണുവാനുള്ളൂ, പ്രവചിക്കുവാനുള്ള വരം. എന്താണ് ഈ പ്രവചനവരം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രവചനപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം പറയുന്ന അരുളപ്പാട് കേൾക്കുകയും ആ അരുളപ്പാട് മനസ്സിലാക്കുകയും ജനത്തിൻ്റെ ആത്മീയ ജീവിതം നിത്യരക്ഷയ്ക്ക് ഒരുക്കമായി ഭൗതിക ലോകത്തിലെ സുഖഭോഗങ്ങളിൽ നിന്ന് പിന്മാറി ഒരു വേർപാടിൻ്റെ ജീവിതം നയിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി ഭൂമിയിൽ ജീവിക്കാൻ ജനത്തെ ഒരുക്കുകയും ജനം തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതാണ് പ്രവചനപരത്തിൻ്റെ അന്തസത്ത. ഏതെങ്കിലും ഒരു വ്യക്തി സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടെങ്കിൽ അവരെ ശാസിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് പ്രവചനപരത്തിൻ്റെ ആത്മാവ് എന്ന് പറയും. അപ്പോൾ ഈ 9 തരത്തിലുള്ള വരങ്ങൾ ചിലപ്പോൾ ഒന്നിലധികം വരം ഒരു വ്യക്തിക്ക് കിട്ടുന്നു, ചിലപ്പോൾ ഒരു വരം മാത്രം ലഭിക്കുന്നു. ശുശ്രൂഷ ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശുശ്രൂഷ വേദിയിലായിരിക്കുന്ന സമയത്ത്, മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ദൈവിക ദാനങ്ങളും വരങ്ങളും ദൈവം നൽകി അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വരദാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്ത് വരികയില്ലെന്ന തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപകളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് പൊതുനന്മയ്ക്കായി, ദൈവ ശുശ്രൂഷയ്ക്കായി, ദൈവരാജ്യം ഭൂമിയിൽ പണിതുയർത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന്
യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ആമേൻ.